മുക്കത്ത് MDMA കേസിൽ പിടിയിലായ പ്രതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുന്നു. ഈ ആവശ്യം ഉന്നയിച്ച് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. മുക്കം MDMA കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഹനീഫ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപം ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട സംഭവം ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന ലഹരിമരുന്നുമായി പിടിക്കപ്പെട്ട അന്തർ സംസ്ഥാന ബന്ധമുള്ള ഒരു പ്രതി ഇത്തരത്തിൽ പോലീസിൻ്റെ കൺവെട്ടിച്ച് കടന്നുകളഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. കസ്റ്റഡിയിലുള്ള പ്രതി അതീവ സുരക്ഷാ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കിയതിൽ അകമ്പടി പോയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും അവർക്കെതിരെ കർശനമായ വകുപ്പുതല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ലഹരി മാഫിയ തലവനായ പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അനാസ്ഥയോ അവിശുദ്ധ കൂട്ടുകെട്ടോ ഉണ്ടായിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഒളിവിൽ പോയ പ്രതിയെ എത്രയും വേഗം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. 6ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടും പ്രതി രക്ഷപ്പെട്ടു എന്നതാണ് പോലീസിന്റെ ഭാഷ്യം. ഈ പ്രതി രക്ഷപ്പെട്ടു 6 ദിവസമോ 7 ഒരു ആഴ്ച പിന്നിട്ടു. ഇപ്പോൾ ദിവസങ്ങളോളം പിന്നിട്ടു, 10 ദിവസത്തോളമായി. പോലീസിന്റെ അടുത്ത് നിന്ന് യാതൊരു നടപടികളും ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ എന്തെങ്കിലും നടപടികളോ അന്വേഷണങ്ങളോ കാണാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പ്രതിയുടെ ഉന്നതതല ബന്ധം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ബന്ധം, ഈ ബന്ധമെല്ലാം പ്രതിയെ രക്ഷപ്പെടുന്നതിന് സഹായമായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മുക്കം മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്തു നിന്നും വാടക വീട്ടിൽ നിന്നുമായി ഏകദേശം 2.8 കിലോഗ്രാമിലധികം MDMAയുമായി മുഹമ്മദ് ഹനീഫയെയും കൂട്ടാളിയെയും പോലീസ് പിടികൂടുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.